ദേവപഞ്ചമി ഭാഗം 73. നീ അറിയാത്തതായിട്ട് ഒന്നുമില്ല എനിക്ക്. ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടിൽ ഡെവിളാണ്. അവൻ ആ പേര് പറയുമ്പോൾ തന്നെ അതിലൊരു കഠിനത ഉണ്ടായിരുന്നു. അവർക്ക് ഞാനൊരു മനുഷ്യനല്ല, ഒരു ഡെവിളാണ്. കൊണ്ടതും കൊടുത്തതും കണക്ക് വെച്ചാല് അവരുടെ ഉറക്കം കളയുന്ന ഒരാള്. പഞ്ചമി ഒന്നും പറഞ്ഞില്ല. അവന്റെ കയ്യിൽ കൈവച്ചു. ഒരു സ്നേഹസ്പർശം പോലെ. എന്റെ ബിസിനസ്, എന്റെ കുടുംബം, എന്റെ അച്ഛന്റെ സ്വപ്നങ്ങൾ, മുത്തച്ഛന്റെ സമ്പാദ്യം, ഇവയെ തകർക്കാൻ വന്നവരുണ്ട്. പുഞ്ചിരിച്ചുകൊണ്ട് കത്തി കുത്തിയിറക്കിയവർ, വിശ്വാസം നടിച്ച് വിഷം തരാൻ ശ്രമിച്ചവർ. അവന്റെ ശബ്ദം ഒന്ന് താഴ്ന്നു. ഞാൻ അവരോട് ക്ഷമിച്ചില്ല ദേവാ. ഞാൻ അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കളഞ്ഞു. ബിസിനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും. അവരുടെ അധികാരവും അഹങ്കാരവും മണ്ണിൽ കുഴിച്ചു മൂടി. അവൻ പതിയെ പഞ്ചമിയെ തിരിഞ്ഞു നോക്കി. കണ്ണുകളിൽ ഒരു ഭയമായിരുന്നു. അതാണ് അവർക്കറിയാവുന്ന ആര്യവീർ. കഠിനൻ, ഭയപ്പെടുത്തുന്നവൻ, ഡെവിൾ. ഒരു നിമിഷം പിന്നെ അവൻ നിശബ്ദമായി. പക്ഷേ നിനക്കറിയാവുന്ന ആര്യൻ അങ്ങനെയുള്ള ഒരാളല്ല. അവൻ പറഞ്ഞുകൊണ്ട് പഞ്ചമിയെ നോക്കി. പഞ്ചമി ചെറുതായി ഒന്ന് ചിരിച്ചു. പിന്നെ അവന്റെ നേരെ തിരിഞ്ഞിരുന്ന് അവന്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു. എന്റെ അച്ചുവേട്ടൻ എന്നെ നോക്കുമ്പോൾ ആ ശബ്ദത്തിൽ പോലും ആർദ്രത ഉള്ളവൻ. ആ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞ് കരഞ്ഞാല് സ്വന്തം ഹൃദയം വിറയ്ക്കുന്നവൻ. അതുപോലെ തന്നെ എന്റെ കണ്ണ് നിറഞ്ഞാല് അത് സഹിക്കാൻ കഴിയാത്ത എന്റെ അച്ചുവേട്ടൻ. അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നുവെച്ച് അച്ചുവേട്ടന്റെ രീതികള്, അച്ചുവേട്ടന്റെ ബിസിനസ്, അതൊന്നും ഞാൻ കാരണം വേണ്ട എന്ന് പറയില്ല. പക്ഷെ ഒന്ന് മാത്രം ഞാൻ പറയാം. എനിക്കും മോൾക്കും ഈ ആളേ ഉള്ളൂ. അച്ചുവേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ ഞാനും മോളും ഒറ്റയ്ക്കായി പോവും. ശത്രുക്കള് ബിസിനസ്സിൽ ഉണ്ടാകുമെന്ന് എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ബിസിനസ് ലോകത്ത് എന്റെ അച്ഛന്റെ മറ്റൊരു മുഖം. അതുകൊണ്ട് ഈ പറയുന്നത് എനിക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ല, പക്ഷെ പേടിയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്റെ അച്ഛന്റെ ഈ മരണത്തിന് പോലും ചിലപ്പോൾ അച്ഛന്റെ ആ ഒരു മുഖം കാരണമായേക്കാം. എന്റെയും എന്റെ അമ്മയുടെയും മുന്നില് അമ്പാട്ട് ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹമുള്ള ഭർത്താവും അച്ഛനും എല്ലാമാണ്. അച്ഛന്റെയും അമ്മയുടെയും പ്രണയം ഞാൻ കണ്ടിട്ടുണ്ട് ഈ വീട്ടില്. പക്ഷേ അമ്മയ്ക്കും അറിയാം അച്ഛന് മറ്റൊരു മുഖമുണ്ടെന്ന്. പക്ഷെ അമ്മ അതിനെ ചോദ്യം ചെയ്യാനോ എതിർക്കാനോ, ഞങ്ങൾക്ക് വേണ്ടി അതെല്ലാം മാറ്റിവെക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് മാത്രമാണ് എപ്പോഴും പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അച്ചുവേട്ടനോട്, എനിക്കും മോക്കും നിങ്ങളല്ലാതെ മറ്റാരുമില്ല എന്ന്, നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാകില്ല എന്ന്. ആ വാക്കില് ഒരു വാക്ക് പാലിച്ചു. അച്ഛൻ്റെ കൂടെ അമ്മയും പോയി, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി. പക്ഷേ എനിക്കിപ്പോ സങ്കടം തോന്നുന്നില്ല. സങ്കടം ഉണ്ടായിരുന്നു, ഇപ്പൊ തോന്നുന്നില്ല. എന്നെ ഈ ഭൂമിയില് ഒറ്റയ്ക്കാക്കിയത് ഇയാൾക്ക് വേണ്ടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അവൾ അവന്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. ആര്യന്റെ കണ്ണുകൾ നനഞ്ഞു. അവൻ അതൊന്നും പുറത്ത് കാണിക്കാതിരിക്കാൻ നന്നായി ശ്രമിച്ചു. ദേവാ, എനിക്ക് മറ്റൊരു മുഖമുണ്ട്, ആരും കാണാത്തത്. നീയും കുഞ്ഞും ഒരിക്കലും കാണരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖം. നിനക്കും ഈ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാല് ഈ ലോകം തന്നെ കത്തിച്ചു കളയാൻ തയ്യാറാവുന്ന ഒരു മുഖം. അവൾ അവന്റെ കൈ കൂടുതൽ ശക്തിയായി പിടിച്ചു. ദേഷ്യമല്ല, ഭയമല്ല, പകരം ഒരു വിശ്വാസം. എനിക്ക് ആ മുഖത്തെയും ഇഷ്ടമാണ്, അവൾ പതുക്കെ പറഞ്ഞു. കാരണം അതിലുള്ളത് ക്രൂരതയല്ല, എന്നോടുള്ള പ്രണയമാണ്, മോളോടുള്ള കരുതലാണ്, അവൾ പറഞ്ഞു. ആര്യൻ അവളെ നോക്കി. ആ ബിസിനസ് ഡെവിൾ ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടിൽ ആ ഒരു നിമിഷം വെറും ഒരാള് മാത്രമായി മാറി. തൻ്റെ ഭാര്യയുടെ മുന്നിൽ നിൽക്കുന്ന സ്നേഹമുള്ള അച്ചുവേട്ടൻ. കുളത്തിലെ വെള്ളത്തില് സൂര്യന്റെ അവസാന പ്രകാശം അസ്തമിച്ചു. പഞ്ചമി അവന്റെ തോളിലേക്ക് തല ചായ്ച്ചു. ഡെവിളായാലും എനിക്ക് നിങ്ങളെ ദൈവമാണ്, അവൾ മൃദുവായി പറഞ്ഞു. ആര്യൻ കണ്ണുകൾ അടച്ചു പിടിച്ചിരുന്നു. അവളുടെ കൈകളിൽ അവൻ തന്റെ ലോകം കണ്ടെത്തി. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയായിരിക്കും അവളുടെ പ്രതികരണമെന്ന്. തന്നോട് ഇതെല്ലാം അവസാനിപ്പിക്കാൻ പറയുമായിരിക്കും.
തനിക്കും മകൾക്കും വേണ്ടി ജീവിക്കാൻ പറയുമായിരിക്കും എന്നാണ് അവൻ കരുതിയത്. പക്ഷേ ബിസിനസ്മാൻ ശ്രീനിവാസന്റെ മകൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ആര്യൻ ആ സമയം ചിന്തിച്ചു. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ? അവൾ ചോദിച്ചതും ആര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം? സത്യം പറയോ എന്നോട്, അല്ലെങ്കിൽ ദേഷ്യപ്പെടുവോ എന്നോട് എന്നെനിക്ക് അറിയില്ല. എന്നാലും ഞാൻ ചോദിക്കട്ടെ. നാഗമോളുടെ അച്ഛൻ അത്രയും പറഞ്ഞതും അവൾ ആര്യന്റെ മുഖത്തേക്ക് നോക്കി, അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ കണ്ണുകളിലെ പിടച്ചൽ തിരിച്ചറിഞ്ഞതുപോലെ അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൻ അവളെ നോക്കാതെ കുളത്തിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടതും അവൾ എഴുന്നേറ്റ് അവന്റെ മടിയിലായിട്ട് ഇരുന്നു. അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ച്, വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ അറിഞ്ഞിട്ടുള്ള ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടിൽ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒന്നിനെയും സ്വീകരിക്കില്ല. അത് ഏതവസ്ഥയിലാണെങ്കിലും. ഇനി മദ്യപിച്ച് ബോധമില്ല എന്ന് പറഞ്ഞാലും, ഇനി അവൾ എത്ര പ്രണയത്തോടെ ഈ മുന്നിൽ വന്ന് നിന്നാലും, അത് പൂർണ്ണ നഗ്നമായി നിന്നാൽ പോലും ഇയാളുടെ മനസ്സോ ശരീരമോ ഒരിക്കലും പ്രതികരിക്കില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ പ്രതികരിക്കണമെങ്കിൽ ഈ മനസ്സിൽ ഒരു ഇത്തിരിയെങ്കിലും ഇഷ്ടമോ പ്രണയമോ അവളോട് വേണമായിരുന്നു. അങ്ങനെ ഇല്ലാത്തടത്തോളം ഒരിക്കലും അച്ചുവേട്ടൻ അവളുടെ വിരൽ തുമ്പിൽ പോലും ഒന്ന് തൊട്ടിട്ടുണ്ടാവില്ല. അവൾ പറയുമ്പോൾ ആര്യൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവളുടെ കൈകൾ അവന്റെ കഴുത്തിൽ മുടികൾക്കിടയിലൂടെ പതിയെ ഒന്ന് തലോടി. പറയണ്ട, ഈ കണ്ണുകളിൽ നിന്നും ഇപ്പൊ എനിക്കറിയാം. പക്ഷേ ഇത് നമ്മളിൽ രണ്ടുപേരിലും മാത്രം ഒതുങ്ങിയാൽ മതി. ഒരിക്കലും നാഗമോള് ആര്യന്റെ അല്ല എന്ന് ആരും അറിയില്ല. ഇതറിഞ്ഞതുകൊണ്ട് ഒരിക്കലും എനിക്ക് അവളോടുള്ള സ്നേഹം കുറയുകയുമില്ല. നമ്മുടെ ആദ്യത്തെ മകള് അവള് തന്നെയായിരിക്കും. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവൾക്ക് വേണ്ടി ഒരു അമ്മയാകാൻ തയ്യാറെടുത്തതും. അച്ചുവേട്ടിനെ നന്നായിട്ട് അറിയുന്ന എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ അത് മനസ്സിലാക്കാതെ പോയത്? പ്രത്യേകിച്ച് അച്ചുവേട്ടിന്റെ വീട്ടിലുള്ളവർ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഈ പറഞ്ഞ ഡെവിൾ ആദ്യമായിട്ട് അറിയുന്ന പെണ്ണ് ഈ ഞാനാണ് എന്ന്. ആദ്യമായിട്ട് ആര്യവീർ വീരേന്ദ്രനാഥ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വന്തമാക്കിയത് എന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. അവൾ അവളുടെ കൈ അവന്റെ പിൻകഴുത്തിൽ നിന്നും എടുത്ത് അവന്റെ 2 കവിളിലുമായി വെച്ചു. മറുപടി പറയണ്ട. എന്റെ മനസ്സിൽ ഈ ചോദ്യം ഇങ്ങനെ കിടന്നിട്ട് എനിക്കത് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല. പല പ്രാവശ്യം ചോദിക്കാൻ വന്നതാണ്, വേണ്ടാന്ന് കരുതി. പക്ഷേ ഇപ്പൊ എനിക്കിത് ചോദിച്ചില്ലെങ്കിൽ ഒരു വീർപ്പുമുട്ടലാണ്. മറുപടി പ്രതീക്ഷിക്കുന്നില്ല. മറുപടി എനിക്ക് അറിയുകയും വേണ്ട. അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ഒരു നിമിഷം പോലും വൈകാതെ ആര്യൻ അവളെ മുറുകെ പുണർന്നു. അവന്റെ കണ്ണുനീർ അവളുടെ തോളിൽ പതിഞ്ഞു. അവളൊന്ന് പിടഞ്ഞു പൊള്ളുന്നത് പോലെയാണ് അവൾക്ക് അവന്റെ കണ്ണുനീര് വീണ ഭാഗത്ത് തോന്നിയത്. അവൾ അവന് ബലമായി തന്നെ അവളിൽ നിന്നും അടർത്തി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടതും അവൾ അവളുടെ 2 തള്ളവിരലും കൊണ്ട് അവന്റെ കണ്ണുനീർ തുടച്ചു. എനിക്ക് എന്തു ചെയ്യാനും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ചോദിച്ചത്. അത് ഇത്രയും വേദനിപ്പിക്കുമെന്ന് കരുതിയില്ല, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ 2 കണ്ണിലും പതിയെ ചുംബിച്ചു. അവളുടെ ചുണ്ടുകളുടെ നനവ് അവന്റെ കണ്ണിൽ പതിഞ്ഞത് അറിഞ്ഞതും അവൻ അവൾ വീണ്ടും മുറുകെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കവിളുകളിലും മൂക്കിൻ തുമ്പിലുമെല്ലാം അവൾ ചുംബിച്ചു. പിന്നെ അവന്റെ ചുണ്ടുകളെ അവൾ കവർന്നെടുത്തു. ഗാഢമായി തന്നെ അതിനെ സ്വന്തമാക്കി. അവന്റെ സങ്കടവും അവന്റെ മനസ്സിന്റെ ഇപ്പോഴത്തെ വേദനയും എല്ലാം അവൾ സ്വന്തമാക്കുകയായിരുന്നു, മാറ്റുകയായിരുന്നു. ദീർഘം നേരം അവൾ ആ പ്രവൃത്തി തുടർന്നു. അവൾ അവന്റെ ചുണ്ടിനെ വിട്ടകലുമ്പോൾ 2 പേരുടെയും ചുണ്ടിന് വിട്ടകലാൻ താല്പര്യമില്ലാത്തതുപോലെ ഒരു ഉമിനീരിന്റെ നൂലിഴ ഉണ്ടായിരുന്നു. കണ്ണുകൾ അടച്ച് അവളുടെ ചുംബനത്തെ സ്വീകരിച്ച ആര്യൻ പതിയെ കണ്ണു തുറന്നു അവളുടെ മുഖത്തേക്ക് നോക്കി. ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ട് അവൾ കണ്ണുകൾ വിടർത്തി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ തന്റെ മുന്നിലിരിക്കുന്നുണ്ട്. സങ്കടം കുറഞ്ഞോ? അവൾ ചോദിച്ചു. ഇല്ലെങ്കിൽ? അവൻ ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ അവനിൽ ഒരു കുറുമ്പാണ് എന്ന് തോന്നി. ഇല്ലെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? അവൾ ചോദിച്ചു. നിനക്ക് മാത്രമേ മാറ്റാൻ പറ്റൂ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മാറിലായിട്ട് മുഖമമർത്തി. അവളൊന്ന് പിടഞ്ഞു. അതറിഞ്ഞതുപോലെ ഒരു കുറുമ്പോടെ അവൻ
അവളുടെ മാറിൽ കടിച്ചു. ഈ പിടച്ചില് എപ്പോഴാ നിൽക്കുന്നത്? അവൻ പതിയെ മുഖമുയർത്തി ചോദിച്ചു. അറിയില്ല, അവൾ പറഞ്ഞു. എന്നാ ഈ പിടച്ചിൽ മാറണ്ട. ഇതിന് ഒരു പ്രത്യേക സുഖമുണ്ട്. ഞാനിങ്ങനെ തൊടുമ്പോൾ, ഞാനിങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ പിടച്ചില് അതൊരു വല്ലാത്ത ഫീലാണ്. അതുകൊണ്ട് അത് മാറണ്ട, അവൻ പറഞ്ഞു. മാറിക്ക്, എന്നിട്ട് ഈ കോഫി കുടിക്ക് ഡെവിള്, അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ താടിയിൽ പിടിച്ചു. എനിക്ക് കോഫി വേണ്ട, അവൻ പറഞ്ഞു. പിന്നെ അവന്റെ നോട്ടം കണ്ടതും അവൾ പെട്ടെന്ന് അവന്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ പോയതും കാലി തെറ്റി നേരെ കുളത്തിലേക്ക് വീണു. അവളൊന്ന് മുങ്ങി നിവർന്നതും തൊട്ടടുത്തായിട്ട് തന്നെ ആര്യനും എടുത്തു ചാടിയിരുന്നു. മുങ്ങി നിവർന്ന അവൾ തൊട്ടടുത്ത് ആര്യനെ കണ്ടതും എങ്ങനെ നിന്നെ ഇതിലേക്ക് ഇറക്കാമെന്ന് ആലോചിച്ചതായിരുന്നു. എന്റെ ആലോചന ദൈവം കേട്ടു എന്ന് തോന്നുന്നു, അവൻ പറഞ്ഞുകൊണ്ട് അവളെ വെള്ളത്തിനടിയിലൂടെ തന്നെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി. അവളൊന്ന് കുതറി മാറിക്കൊണ്ട് അവിടെ നിന്നും അകന്നു മാറി. അവൾ നീന്താൻ തുടങ്ങി. അവളുടെ ഒപ്പം തന്നെ അവനും. രണ്ടുപേരും ആ കുളത്തില് നീന്തി തുടിച്ചു. എത്ര സമയമെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. അതിൽ നിന്നും താമരകൾ പറിച്ചെടുത്ത് ആര്യൻ അവളുടെ അടുത്തേക്ക് വന്നു. അവൾക്ക് ചുറ്റും താമരകൾ ഒഴുകി നടന്നു. ആകാശത്ത് നിന്ന് നിലാവിന്റെ വെട്ടം കുളത്തിലേക്കും അവരിലേക്കും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അവൾ പതിയെ വെള്ളത്തിൽ നിന്നും കയറി പടിയിലായിട്ട് ഇരുന്നു. അവളുടെ അടുത്തായിട്ട് വന്ന് ആര്യൻ മടിയിലായിട്ട് കയറി കിടന്നു. ദേവാ, അവൻ വിളിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എനിക്ക് ലിക്കർ കഴിക്കാൻ തോന്നുന്നു, അവൻ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അതിന് എന്നോട് അനുവാദം ചോദിക്കുന്നത് എന്തിനാ? അവൾ ചോദിച്ചു. നീ സമ്മതിച്ചാലേ ഞാൻ കഴിക്കൂ, അവൻ പറഞ്ഞു. അതിന് ഇപ്പൊ എവിടെ നിന്ന് കിട്ടും? അവൾ ചോദിച്ചു. അത് ഞാൻ സംഘടിപ്പിക്കാം. ഞാൻ കഴിച്ചോട്ടെ? അവൻ ചോദിച്ചു. കഴിച്ചോ? അവൾ പറഞ്ഞതും അവൻ കണ്ണുകൾ വിടർത്തി അവളെ നോക്കി. ശരിക്കും ദേഷ്യാവോ? അവൻ ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞുകൊണ്ട് തല കുനിച്ച് അവന്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അവൾക്കറിയാം ഇപ്പോൾ താൻ പറഞ്ഞ കാര്യം ആര്യനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന്. ഒരു പക്ഷെ തന്നോട് പോലും മറച്ചു വെക്കുന്ന ഒരു കാര്യമായിരുന്നിരിക്കാം അത്. അച്ചുവേട്ടനും അരുന്ധതിക്കും മാത്രം അറിയാവുന്ന രഹസ്യമായിരിക്കാം അത്. ഇന്നത് താൻ അറിഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉള്ള ഒരു സങ്കടമായിരിക്കാം, അവൾ ഓർത്തു. എന്നാ ഞാൻ റെഡിയാക്കിക്കോട്ടെ? അവൻ ചോദിച്ചതും ആക്കിക്കോ, അവൾ പറഞ്ഞു. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഫോൺ ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. ഫോൺ എടുത്ത് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം പഞ്ചമിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവന്റെ കയ്യിൽ ടവലുണ്ടായിരുന്നു. അവൻ ആദ്യം അവളുടെ തല തുടച്ചു കൊടുത്തു, പിന്നെ അവന്റെയും. നീ എന്താണ് ദേവാ എന്നോട് മോളുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് ചോദിക്കാത്തത്? നിനക്കറിയണ്ടേ ദേവാ നമ്മുടെ മോള് ആരുടെയാണെന്ന്? ആര്യൻ ചോദിച്ചു. വേണ്ട, എനിക്കറിയണ്ട. അവൾ ഈ ആര്യന്റെയും ഈ പഞ്ചമിയുടെയും മകളാണ്. അത് മതി. ആ ഒരു സത്യം അച്ചുവേട്ടന്റെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ കൈവച്ചു. അവൻ അവൾ കൈവച്ചിരിക്കുന്ന നെഞ്ചിലേക്ക് ഒന്ന് നോക്കി, പിന്നെ അവളുടെ മുഖത്തേക്കും. താങ്ക് യു, അവൻ പറഞ്ഞു. പോടാ ഡെവിളെ, അവൾ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റതും അവൻ അവളുടെ സാരിയുടെ തുമ്പിൽ പിടിച്ചു. അത് വലിച്ചതും അവളുടെ ശരീരത്തിൽ നിന്നും മാറിൽ നിന്നും സാരി അഴിഞ്ഞു മാറി. മുഴുവനായും ആ സാരി അവൻ അവളിൽ നിന്നും വലിച്ചെടുത്തതും അവൾ വേഗം കുളത്തിലേക്ക് ഇറങ്ങി. കഷ്ടമുണ്ട് കേട്ടോ, അവൾ പറഞ്ഞു. പിന്നെ ഈ വെള്ളത്തില് സാരി എടുത്തല്ലേ നീന്താൻ പോകുന്നത്? അവിടെ കിടക്ക്, ഞാനേ ഇപ്പോ വരാം. അവന്റെ കയ്യിലെ ഫോണിലെ ഡിസ്പ്ലേയില് ലൈറ്റ് തെളിയുന്നത് കണ്ട് അവനൊന്ന് നോക്കി. അവൻ ഒരു കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് നോക്കി അവൾ വെള്ളത്തിൽ തന്നെ കിടന്നു. ആര്യൻ ചെന്ന് കുളക്കടവിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. അവളപ്പോൾ നീന്തി കളിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ആര്യൻ തിരിച്ചു വന്നു. വരുമ്പോൾ അവന്റെ കയ്യിൽ ഒരു ക്യാരി ബോക്സ് ഉണ്ടായിരുന്നു. അവൻ വീണ്ടും ഡോറ് ലോക്ക് ചെയ്തുകൊണ്ട് പടികളിലായിട്ട് വന്നിരുന്നു. അത് ഓപ്പൺ ചെയ്തു. അവൻ പുറത്തേക്ക് ഒരു മദ്യക്കുപ്പി എടുത്തു വെച്ചു. കൂടെ ഒരു ഗ്ലാസ്, ഐസ് ക്യൂബ് സ്റ്റോറേജ് ബോക്സ്, പിന്നെ മറ്റു 2 കണ്ടെയ്നർ കൂടി അവൻ എടുത്തു വെച്ചു. അവൾ നോക്കുന്നത് കണ്ടതും അവൻ അവളെ നോക്കി. ഒരു ഗ്ലാസ് എടുക്കട്ടെ? അവൻ ചോദിച്ചതും നീ പോടാ ഡേവിളെ, അവൾ വിളിച്ചു. ഡീ, ഞാൻ അങ്ങോട്ട് വരട്ടെ കേട്ടോ, അവൻ പറഞ്ഞുകൊണ്ട് ഗ്ലാസ്സിലേക്ക് അല്പം മദ്യം പകർന്നു. അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ടുകൊണ്ട്
2 കണ്ടെയ്നർ ബോക്സ് ഓപ്പൺ ചെയ്തു. അതിൽ നിന്നും എന്തോ എടുത്ത് അവൻ വായിലേക്ക് ഇട്ടുകൊണ്ട് മദ്യത്തിൽ നിന്നും കുറച്ച് സിപ്പ് ചെയ്തു. പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ മദ്യത്തിന്റെ ഗ്ലാസ്സായിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. നോക്കുന്നോ ദേവ? അവൻ ചോദിച്ചു. ഞാൻ നോക്കിയല്ലോ, അവൾ പറഞ്ഞു. അങ്ങനെയല്ല, ട്രൈ ചെയ്ത് നോക്കുന്നോ എന്ന്. എനിക്ക് വേണ്ട, എനിക്കിഷ്ടമല്ല ഇതിന്റെ മണം, അവൾ പറഞ്ഞു. അപ്പോ ഇതുവരെ കഴിച്ചിട്ടില്ല? അവൻ ചോദിച്ചു. ഇല്ല. ബിയർ, വൈൻ? ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല, അവൾ പറഞ്ഞു. അച്ഛൻ കഴിക്കുമായിരുന്നു ഇതുപോലെ ഈ കുളക്കടവില് വന്നിരുന്നു കൊണ്ട്. ഞാനും ഉണ്ടാകാറുണ്ട്, അമ്മയും. എന്നിട്ട് ഇതുപോലെ തന്നെ അച്ഛൻ കുളത്തിലേക്ക് ഇറങ്ങി നിന്ന് ആ മദ്യത്തിലേക്ക് ഈ കുളത്തിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് അച്ഛൻ കുടിക്കും. അപ്പൊ ഞാൻ അയ്യേ എന്ന് പറയും. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഈ രുചി മറ്റൊരു ഐസ് ക്യൂബിനോ സോഡയ്ക്കോ ഒന്നും കിട്ടില്ല എന്ന്. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഉണ്ടാകുമായിരുന്നു. ഞാനും അമ്മയും അച്ഛനെ കണ്ടുകൊണ്ടിരിക്കും. അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസാണ്. ഒരുപാട് സംസാരിക്കും, പാട്ടുപാടും. അതാണ് ഞങ്ങൾക്കിഷ്ടം. അതുകൊണ്ട് തന്നെ അമ്മ എതിരു പറയാറില്ല, അവൾ പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല കേട്ടോ, അവൻ പറഞ്ഞു. എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ലല്ലോ, അവളും തിരിച്ചു പറഞ്ഞു. ഞാൻ മദ്യപിച്ചു കഴിഞ്ഞാൽ, അവൻ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി വെള്ളത്തിലൂടെ അവളുടെ അടുത്തേക്ക് വന്നു. അവൾ അതനുസരിച്ച് പുറകിലേക്ക് പോകാൻ പോയതും, എന്തിനാ പുറകിലേക്ക് പോകുന്നത്? ഞാൻ പിടിച്ചു തിന്നത്തൊന്നുമില്ല, അവൻ പറഞ്ഞു. പറയാൻ പറ്റില്ല, ഇപ്പൊ കഴിക്കുന്ന സാധനം തലയ്ക്ക് പിടിച്ചാല് ഈ ആര്യൻ എന്താണ് ആകാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് കഴിക്കാതെ തന്നെ എന്നെ കടിച്ചു പറിക്കുകയാണ്. ഇനി ഇത് കൂടി കഴിച്ചാ, അവൾ പറഞ്ഞു. അത്രയും നിർത്തിയതും അവൻ ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. അപ്പോ മോൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? അവൻ ചോദിച്ചുകൊണ്ട് ആ ഗ്ലാസ്സിലെ മദ്യം കുടിച്ചു. പിന്നെ ആ ഗ്ലാസ്സുമായിട്ട് പടികളിലേക്ക് വന്നുകൊണ്ട് പടികളിൽ ഗ്ലാസ് വെച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വീണ്ടും നീന്തി ചെന്നു. അപ്പോഴേക്കും അവൾ നീന്തി തുടങ്ങിയിരുന്നു. അവൻ അവളുടെ കാലിൽ പിടിച്ച് വലിച്ച് അവന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. എങ്ങനെയാ തോന്നിയത് ഞാൻ ആദ്യമായിട്ട് സ്വന്തമാക്കിയത് നിന്നെയാണ് എന്ന്? ഞാൻ അറിഞ്ഞ ആദ്യത്തെ സ്ത്രീ നീയാണ് എന്ന് ആര്യൻ ചോദിച്ചു. അതിന് അവളൊന്ന് ചിരിച്ചു. പിന്നെ അവനെ വെള്ളത്തിലേക്ക് തന്നെ തള്ളിയിട്ടുകൊണ്ട് അവൾ അവന്റെ അടുത്ത് നിന്ന് നീന്തി. ഡെവിള് പോയി ഒരെണ്ണം കൂടി അടിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ പറയാം, അവൾ പറഞ്ഞു. അത് കേട്ടതും അവൻ ഒരു ചിരിയോടെ വീണ്ടും പടികളുടെ അടുത്തേക്ക് വന്നു. കുറച്ചുകൂടി ഗ്ലാസ്സിലേക്ക് മദ്യം പകർത്തിക്കൊണ്ട് അവൻ കുളത്തിലെ വെള്ളത്തിൽ നിന്ന് തന്നെ ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്തുകൊണ്ട് കുടിക്കുന്നത് കണ്ടതും, ശ്രീനിവാസൻ ആകാൻ പഠിക്കുകയാണോ? അവൾ ചോദിച്ചു. എന്താ, പഠിക്കാൻ പാടില്ലേ? അവൻ തിരിച്ചു ചോദിച്ചു. അതെ, പഠിക്കാൻ പറ്റിയ ആള് തന്നെയാണ്. എന്റെ ഹീറോയും എന്റെ അച്ഛൻ തന്നെയാണ്. ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം, മക്കളെ എങ്ങനെ സ്നേഹിക്കണം എന്നറിയാവുന്ന നല്ലൊരു ഭർത്താവും അച്ഛനുമാണ് എന്റെ അച്ഛൻ ശ്രീനിവാസൻ. അതുപോലെ ആകുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടിൽ ഇങ്ങനെ തന്നെ മതി. ആളെങ്ങനെയാണോ അതുപോലെ മാറേണ്ട ആർക്കു വേണ്ടിയും, അവൾ പറഞ്ഞു. അപ്പോഴേക്കും ഗ്ലാസ് അവിടെ വെച്ചുകൊണ്ട് കണ്ടെയ്നറിൽ നിന്നും എന്തോ എടുത്ത് അവൻ വായിലേക്കിട്ട് അവളുടെ അടുത്തേക്ക് നീന്തി വന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ, ഞാൻ അയാൾ തന്നെ മതിയോ? അവൻ ചോദിച്ചു. മതി, അവൾ പറഞ്ഞതും അവൻ അവളുടെ മുഖം പിടിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് അവന്റെ ചുണ്ടുകൾ ചേർത്തു. അവന്റെ ഇടത് കൈത്തണ്ട അവളുടെ കഴുത്തിന്റെ പുറകിലൂടെ കൊണ്ടുവന്ന് അവളെ ഇടത് കൈത്തണ്ടയിലേക്ക് ലോക്ക് ചെയ്തു. അവളെ ഗാഢമായിട്ട് തന്നെ ചുംബിച്ചു. വലത് കൈ അവളുടെ ഇടുപ്പിലായിട്ട് ഒന്ന് നുള്ളിയതും അവൾ വായ തുറന്നു. ആ സമയം അവളുടെ വായിലേക്ക് അവന്റെ നാവുകൾ ചെന്നതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കുമ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നട്ട്സും ബദാമും ആണോ? അവൾ ചോദിച്ചു. അതെ, അവൾ പതിയെ ചവയ്ക്കുന്നുണ്ട്. എൻ്റെ അമ്മായി അച്ഛൻ്റെ എക്സ്പോർട്ട് കമ്പനിയിൽ നിന്നും കൊണ്ടുവന്ന നല്ല ഒറിജിനൽ കാഷ്യൂ നട്ട്സ് ബദാമാണ്, അവൻ പറഞ്ഞു. ദേവാ, ഞാൻ എൻ്റെ മനസ്സ് തുറക്കട്ടെ, കേൾക്കാൻ നീ തയ്യാറാണോ? ആരും അറിയാതെ ഈ ആര്യൻ മനസ്സിൽ ഒളിപ്പിച്ച കുറച്ച് സത്യങ്ങൾ പറയട്ടെ ഞാൻ? ആര്യൻ ചോദിച്ചതും അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.